ഹലോ മലയാളി സ്പോർട്സ് സോണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗെയ്സ്, ചുമ്മാ വാട്സപ്പിലെ സ്പോർട്സ് ഗ്രൂപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ടൊരു മെസ്സേജാണ്, വല്ലാതെ ആകർഷിച്ചൊരു മെസ്സേജാണ്. സംഭവം തമാശ രൂപേണയാണ് അവതരിപ്പിക്കുന്നത്, പക്ഷേ അതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ടത് പെട്ടെന്നൊന്ന് പങ്കുവെക്കാമെന്ന് കരുതുന്നു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ അപ്ഡേറ്റ് എന്നും പറഞ്ഞിട്ടാണ് തലക്കെട്ട് കൊടുക്കുന്നത്. അവിടെ സഞ്ജു ഗംഭീറിനോട് സംസാരിക്കുകയാണ്. ഗംഭീർ അണ്ണ, ഞാൻ എന്താ ഇന്ന് പ്ലേയിങ് ഇലവനിൽ ഇല്ലാത്തേ? ഗംഭീർ തിരിച്ചു മറുപടി പറയുകയാണ്. സഞ്ജു, അതിന് നീ ലാസ്റ്റ് ഇന്റർനാഷണൽ മാച്ച് നന്നായിട്ടൊന്നും കളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്കിന്ന് അവസരമില്ല. സഞ്ജു തിരിച്ച് മറുപടി പറയുകയാണ്. അണ്ണ, ഞാൻ ലാസ്റ്റ് T20യിൽ 50+ ഒക്കെ അടിച്ചിട്ടുണ്ട്, അതേപോലെ ODIയിൽ ലാസ്റ്റ് മാച്ചിൽ 100 സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ട് അണ്ണ. അപ്പോൾ ഗംഭീര തിരിച്ച് മറുപടിയായിട്ട് പറയുകയാണ്, ഓക്കെ അങ്ങനെയാണോ, അപ്പോൾ നീ ഇന്ന് ഇവിടെ ഇരിക്ക്, ബെഞ്ചിലിരിക്ക്. പൈസ വാങ്ങുന്നവരെല്ലാവരും കളിക്കണമല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ളവർ കളിക്കട്ടെ. സംഭവം തമാശ രൂപേണയാണ് അവതരിപ്പിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളില്ലേ, ഇങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് മാറിക്കൊണ്ട് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തു. രോഹിത് ശർമ്മയ്ക്ക് പകരം സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി. അങ്ങനെ ഒരു പുതിയ എറ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സഞ്ജു സാംസണിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതെ, ഇന്നലത്തെ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ആദ്യ T20 മത്സരത്തിനുള്ള ഇന്ത്യയുടെ ആ ഒരു പ്ലേയിങ് ഇലവനിൽ നിന്നും സഞ്ജു സാംസണിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. 3 മത്സരങ്ങളുടെ പരമ്പരയാണ്. ശരിയാണ്, ഒരു മത്സരം മാത്രമേ ഇപ്പോൾ ഇന്ത്യ കളിച്ചിട്ടുള്ളൂ. ഇന്നുൾപ്പെടെ ഇനിയും 2 കളികൾ ബാക്കിയുണ്ട്. പക്ഷെ എങ്ങനെയാണ് കഴിഞ്ഞ സിംബാബ്വെക്കെതിരെയുള്ള ഒരു സീരീസിലെ 5th മാച്ചിലൊക്കെ ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുപോയൊരു താരത്തെ ഇങ്ങനെ നിരന്തരം അവഗണിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും എക്സിലൊക്കെ ഇപ്പോൾ പല ആരാധകരും ചോദിക്കുന്ന സംശയമാണിത്. നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ ഈ ഒരു മത്സരം നടക്കുന്ന സമയത്ത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായിട്ടുള്ള ക്രിക്കറ്റ് ട്രാക്കർ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2021 മുതൽ ഇങ്ങോട്ട് T20യിൽ ഇന്ത്യൻ ടീം ഇതുവരെ 96 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ T20യിൽ മികച്ച റെക്കോർഡ് കൈവശമുള്ള സഞ്ജു സാംസണിന് എത്ര കളികളിലാണ് അവസരം ലഭിച്ചെന്ന് കേൾക്കണോ? വെറും 21 മത്സരങ്ങളിൽ. യെസ്, ഓൺലി 21 T20 മാച്ചസ് സഞ്ജു സാംസൺ പ്ലേഡ് സിൻസ് 2021. ഇതൊരു ശ്രദ്ധിക്കേണ്ട കണക്ക് തന്നെയാണ്. എന്നിട്ട് അവർ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ വൺസ് അഗൈൻ മിസ്സസ് ഔട്ട് ഓൺ ഇന്ത്യൻ പ്ലേയിങ് 11 ഫോർ ദ ഫസ്റ്റ് T20 അഗൈൻസ്റ്റ് ശ്രീലങ്ക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ചിന്തിക്കേണ്ട കണക്ക് തന്നെയാണിത്. പല ആരാധകരും ഇപ്പോൾ രൂക്ഷമായിട്ട് ചൂണ്ടിക്കാട്ടുന്നതും ഇത് തന്നെയാണ്. ഒരു മലയാളി ആയതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്നേ പറയാനുള്ളൂ. ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ടാവും. എന്തായാലും അവസാനം സഞ്ജു സാംസൺ ODI കളിച്ചപ്പോൾ അവിടെ സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത്. പക്ഷേ ഫലമാവട്ടെ, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ODIയുടെ സ്ക്വാഡിലെ സഞ്ജു ഇല്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും കഴിഞ്ഞ സിംബാബ്വെക്കെതിരെയുള്ള ഒരു സീരീസിലെ 5th മാച്ചിൽ സഞ്ജു സാംസൺ ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നലത്തെ ആ ഒരു പ്ലേയിങ് ഇലവനിലും സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് ഇന്ത്യ വീണ്ടും ഇറങ്ങുന്നുണ്ട് 2ാമത്തെ മത്സരത്തിനായിട്ട്. സഞ്ജു സാംസൺ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്തായാലും ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചെടുക്കട്ടെ, അത് തന്നെയാണ് നമുക്കിപ്പോൾ ആഗ്രഹിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ ടാലൻ്റ് ഉള്ള ഒരു വ്യക്തി താരം സ്ക്വാഡിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തെ യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർക്കുന്നു. അപ്പോൾ പിന്നെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.